മഞ്ചേശ്വരം ഉപ്പള ഗേറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഒരുപാട് വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഏകദേശം 6-7 വീടുകളിലോളമാണ് ഇപ്പോൾ വെള്ളം കയറിയിരിക്കുന്നത്. നമുക്കറിയാം ഇപ്പോൾ ഓറഞ്ച് അലേർട്ടാണ് കാസർഗോഡ് ജില്ലയിലും. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ ഏകദേശം 5 മണിയോടുകൂടെ പെയ്ത മഴയാണ്. ആ മഴയുടെ ദൃശ്യങ്ങളാണ്, അതായത് മഴയിൽ പെയ്ത വെള്ളത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇതെല്ലാം കാണുന്നത്. ഈ വീടിൻ്റെ ആ വീടിൻ്റെ അടിത്തട്ടിലെല്ലാം വെള്ളം കയറിയിരിക്കുന്നു. ആ ഉള്ളിലുള്ള ഫർണിച്ചർ അടക്കം കേടായ ഒരു അവസ്ഥയാണ് കാണുന്നത്. ഉള്ളിലുള്ള ബാക്കിയുള്ള ഇലക്ട്രോണിക് സാധനങ്ങളടക്കം നാശനഷ്ടം സംഭവിച്ച ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ കൂടെ ഒരുപാട് നാട്ടുകാർ ചേരുന്നുണ്ട്. ചേട്ടാ, ഇതിപ്പോൾ എല്ലാ കാലങ്ങളായിട്ടും ഇങ്ങനെ ഉണ്ടാവാറുണ്ട് ഈ വെള്ളപ്പൊക്കം? നമ്മൾ ഇവിടെ പണി തുടങ്ങുമ്പോൾ ഞങ്ങൾ ഇവർക്ക് സഹകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു, ഇവിടെ ഒരു ഡ്രൈനേജ് സംവിധാനം വേണം. ഇവിടെ ഇവിടുന്ന് 3 കിലോമീറ്റർ അവിടുന്ന് വെള്ളം വരുന്നുണ്ട്, ഇവിടുന്ന് ഊച്ചാൽ. അപ്പോൾ ഇവിടെ വെള്ളം നിറയുന്നുണ്ട്. അതുകൊണ്ട് ഡ്രൈനേജ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കി തരാൻ പറഞ്ഞു. പക്ഷേ ഇതുവരെയൊക്കെ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കിയിട്ടില്ല. ഇന്ന് 5ഓളം വീടാണ് വെള്ളം കയറിയത്. ഒരുപാട് ഫർണിച്ചറും ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി. ഇവിടെ കംപ്ലീറ്റ് ബ്രിഡ്ജ് അടക്കം കംപ്ലീറ്റ് കേടായിപ്പോയി. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇത് ഇത്രയും പെട്ടെന്ന് നിങ്ങൾ സെറ്റായി തരുന്നില്ലെങ്കിൽ ഞങ്ങൾ ഇതിനു വേണ്ടി എപ്പോഴും പ്രതികരിക്കുന്ന പറ്റിയ സമരം ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരുപാട് ആൾക്കാർ സത്യാഗ്രഹം ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ്. ഡ്രൈനേജിന്റെ വീതി കൂട്ടണം, ആയം കൂട്ടണം. രണ്ടും കൂട്ടാതെ കളിക്ക് പരിഹാരം ഉണ്ടാവില്ല. എത്രയോ 3 കിലോമീറ്റർ തങ്ങുന്ന വരുന്ന വെള്ളമാണ് ഈ ഡ്രൈനേജിലേക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പോകാനുള്ള സൗകര്യം ഇല്ല. അതിലേക്കുള്ള സൗകര്യം ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ നാട്ടുകാർ വിഷമത്തിലായി പോകും. അത് ചെയ്യണോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പരിഹാരം ചെയ്യണം. എല്ലാവർക്കും ജില്ലാ പ്രസിഡന്റ്, കലക്ടർക്ക് ചെയ്ത്, MLA ചെയ്ത്, MP ചെയ്ത്, ഗാഡ്കരി സാർക്ക് ചെയ്ത്, എല്ലാവർക്കും ചെയ്തു. ഇതുവരെ ഹൈവേന്റെ ഓഫീസിലേക്ക് കൊടുത്ത് ഇതുവരെ ഒരു പരിഹാരം അവർ ചെയ്തില്ല. ഒരാൾ തിരിഞ്ഞു പോലും നോക്കിയില്ല ഇങ്ങോട്ട്. അപ്പം ഞങ്ങൾക്ക് ഇതിൽ നിൽക്കണമെങ്കിൽ അവിടെ അതിലേക്കുള്ള പരിഹാരം ചെയ്യണം. അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ഒഴിഞ്ഞു പോയിക്കോണം, അതിലേക്കുള്ള പരിഹാരം ചെയ്യണം. എന്തെങ്കിലും രണ്ടാണ് ചെയ്യേണ്ടത്. ഈ വീടിന്റെ പകുതിയോളാണ് വെള്ളം കയറിയിട്ടുള്ളത്. ഈ വീട് ഇവർ ULCCന്റെ പണി തുടങ്ങിയതിന് ശേഷം 3 വർഷമായിട്ട് ഇവിടെ വീട്ടിൽ താമസിക്കുന്നില്ല. മഴക്കാലത്ത് അത്രയും രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങളാണുള്ളത്, വെള്ളം കയറിക്കൊണ്ടുള്ളത്. അത് ULCCന്റെ പണിക്കാർ അവസാനം അവർ ഞങ്ങൾ നിൽക്കാന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അവർ വരെ ഇവിടുന്ന് ഒഴിഞ്ഞിട്ട് പോയതാണ്. ഈ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇത് കുറേ അങ്ങന്നുള്ള വെള്ളം ഇവിടെ വന്നിട്ട് ക്ലോട്ടാകുന്നുണ്ട്. ഒന്ന് ഡ്രൈനേജിൻ്റെ ഡെപ്ത് കുറവും ഡ്രൈനേജിൻ്റെ വീതി കുറവും കാരണമാണ് ഇത്രയും പ്രശ്നം രൂക്ഷമാകുന്നത്. ഈ പ്രശ്നത്തിന് കലക്ടറിന് നേരിട്ടിട്ട് ഇവിടെ സ്ഥലം സന്ദർശിക്കണമെന്ന് ഞങ്ങളെ ഒരു അഭിപ്രായം. നാട്ടുകാരെന്ന നിലയ്ക്ക് എന്നാലും അത്രയും പ്രയാസം അനുഭവിക്കുന്നു എല്ലാ വീട്ടിലും. ഇത് കലക്ടർക്ക് കൊടുത്ത പരാതിയാണ്. ഇതിന് ഇതുവരെ ഒരു പരിഹാരം കണ്ടില്ല. എത്ര സമയം, 3 വർഷം എല്ലാ വീട്ടുകാരും ഇന്ന് എല്ലാ വീട്ടിൻ്റെ ഫർണിച്ചറും കാര്യങ്ങളും എല്ലാം ഈ മേലെ ഏകദേശം ഒരു ചുറ്റുവട്ടത്ത് 3 കിലോമീറ്ററിൻ്റെ ചുറ്റളവത്തിൻ്റെ വേസ്റ്റാണ് ഇവിടെ വന്നിട്ട് കുന്നുകൂടുന്നത്. ഇന്നലെ രാത്രി ഞങ്ങൾ മൊത്തം ക്ലീൻ ചെയ്ത് ഇന്ന് രാവിലെ വീണ്ടും വെള്ളം കയറി. ഇത് എന്ത് ചെയ്യണമെന്നല്ല. ഇപ്പോൾ കളക്ടർ നേരിട്ട് ഒരു വികസനത്തിന് ആരും ഞങ്ങൾ എതിരല്ല, എല്ലാവരും സപ്പോർട്ടാണ് നാട്ടുകാർ, എല്ലാത്തിനും സഹകരിച്ച്. ഞങ്ങൾ ഇവർക്കുള്ള ഹൈവേന്റെ പണി തുടങ്ങുമ്പോൾ എല്ലാ സൗകര്യം ഞങ്ങളിടാണ് ചെയ്തു കൊടുത്തത്. അതിന്റെ ഒരു നന്ദി ഉറക്കാടിച്ചിട്ടില്ല, ഒരു നന്ദി ഉറക്കാടിച്ചിട്ടില്ല. ഇനി ഭാവിയിൽ എന്ത് ചെയ്യണമെന്ന് ഇവർക്ക് ഒരു തീരുമാനം ഇപ്പോൾ ചെയ്യണോ? ഇതുവരെ ഒരാൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നെ വെള്ളം അഴുക്കായത്, കിണറിന്റെ വെള്ളം 3 കിണറിലെ വെള്ളം കയറി വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്തായാലും പ്രദേശവാസികൾ ദുരവസ്ഥയാണ് അവൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഈ ഡ്രൈനേജ് പൈപ്പുകളുടെ അല്ലെങ്കിൽ ഡ്രൈനേജിന്റെ ഈ വീതി കൂട്ടണം എന്നുള്ള ആവശ്യമാണ് ഈ ഒരു പ്രദേശവാസികൾ പറയുന്നത്. അവർ പറയുന്ന അടിസ്ഥാനത്തിൽ ഇന്ന് ഏകദേശം ഒരുപാട് കോഴികളടക്കം, ഈ വീട്ടിൽ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് കോഴികളടക്കം, അതുപോലെ തന്നെ വീടുകളിലെ ഒരുപാട് ഫർണിച്ചറുകൾ, വീടുകളിൽ ഉണ്ടായിരുന്ന എല്ലാ ഫർണിച്ചറുകളടക്കം നാശനഷ്ടം സംഭവിച്ചു എന്ന കാര്യമാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. അവരുടെ ദുരവസ്ഥകളാണ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മണിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, റിപ്പോർട്ടർ കാസർഗോഡ്.